Hello everyone, welcome to Mehar'skitchen. Pizza കഴിക്കാൻ പൂതിയാവുന്നുണ്ട് പക്ഷേ ഉണ്ടാക്കാനുള്ള സമയമില്ല. ഞാൻ വളരെ എളുപ്പത്തിൽ ഒരു ബ്രെഡ് പിസ്സ ഉണ്ടാക്കിയാലോ. വളരെ ഈസിയാണ്, നല്ല ചീസിയാണ്. അപ്പോൾ മമ്മിനോട് റെസിപ്പി ചോദിക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 5 ബ്രെഡ് എടുത്തിട്ട് നടുവെന്ന് കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുക്കാം എല്ലാം. പിന്നെ ആവശ്യമുള്ളത് 4 എഗ്ഗാണ്, 4 ടേബിൾ സ്പൂൺ പാല്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ ഒറിഗാനോ. ടോപ്പിങ്സ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇവിടെ ഒലിവ്സ്, തക്കാളി, സവാള, ക്യാപ്സിക്കം, സോസേജ് ആണ് എടുത്തിട്ടുള്ളത്. സോസേജ് നിങ്ങൾ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, വെജ് പിസ്സ ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ ചിക്കൻ ഇടാം. പിന്നെ ആവശ്യമുള്ളത് 1 കപ്പ് ചീസാണ്. അപ്പോൾ ആദ്യമായി ഒരു പാത്രത്തിലേക്ക് 4 എഗ്ഗും പൊട്ടിച്ചിടാം. ഇതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, പാല് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് എടുത്തിട്ട് ഓരോ പീസ് എടുത്തിട്ടും നന്നായിട്ട് എഗ്ഗിലേക്ക് മുക്കി കൊടുക്കാം 2 ഭാഗവും. എന്നിട്ട് അത് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡും മുട്ടിയിൽ മുക്കിയിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാ ബ്രെഡും നിങ്ങളെ പാനിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം, അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്ന എഗ്ഗിൻ്റെ മിക്സ്ചർ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാൻ ഗ്യാസുമേ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ തീയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. തീ നന്നായിട്ട് കുറച്ചിട്ടാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കരിയാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് 5 മിനിറ്റോളം ഒരു സൈഡ് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം എല്ലാം നന്നായി കുക്കായിട്ടുണ്ട്, മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ശ്രദ്ധിച്ചിട്ട് മറിക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. വെന്ത സൈഡ് കണ്ടോ, എന്ത് നല്ല ഭംഗിയാണ് കാണാൻ, നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്, കരിഞ്ഞിട്ടുമില്ല. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ടോപ്പിങ്സും ചീസൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ഇതിൻ്റെ മുകളിലേക്ക് കെച്ചപ്പ് ഇട്ട് കൊടുക്കാം, എന്നിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് ഉണ്ടെങ്കിൽ പിസ്സ സോസ് ഇടാം, അല്ലെങ്കിൽ കെച്ചപ്പ് ഇട്ടാൽ മതി, എന്നാലും നല്ല ടേസ്റ്റാണ്. അടുത്തതായി ഇതിൻ്റെ മുകളിലേക്ക് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ടോപ്പിങ്സ് വെച്ച് കൊടുക്കാം. സോസേജ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വെജ് പിസ്സ ആക്കാം. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം, ചിക്കൻ വേവിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ടോപ്പിംഗ് ഇട്ട് കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്യാം. നല്ല ലോ ആയിട്ടാണ് തീ വെക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് മൂടി വെച്ചിട്ട് 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. ആഹാ, അങ്ങനെ നമ്മൾ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. കാണാൻ എന്ത് ടേസ്റ്റിയാണ്, നല്ല ചീസിയാണ്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈസി അല്ലേ റെസിപ്പി? പെട്ടെന്ന് റെഡിയാവുന്ന റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.